ഭഗവാനോട് ചോദിച്ചു, ഒരു അവതാരത്തിൻ്റെ ഏറ്റവും വലുതായിട്ടുള്ള പണി എന്താ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒരു അവതാരം തൻ്റെ ഭക്തന്മാരുടെ ദാസനാണ്. നമ്മുടെ മനസ്സിനെ ആധ്യാത്മികമായൊരു തലത്തിലേക്ക് മാറ്റിമറിക്കുന്ന മഹാ അത്ഭുതമാണ് സ്വാമി കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്രാമത്തിൽ ചില നാടകങ്ങളൊക്കെ ഇടയ്ക്കുണ്ടാവും. കാരണം അവിടെ നാടകത്തിനായിരുന്നു പ്രാധാന്യം. കൊണ്ടമ്മരാജുമൊക്കെ ലക്ഷ്മണനായിട്ടൊക്കെ രാമായണത്തിൽ അഭിനയിച്ചിട്ട് വലിയ കീർത്തി കേട്ട ആളായിരുന്നു. അപ്പോൾ അതേമാതിരി തന്നെയാണ് സത്യനും അഭിനയത്തിൽ കേമനായിരുന്നു. ഒരിക്കൽ കനകതാര എന്ന നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ താരയായിട്ടാണ് ഭഗവാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ താരയെ കൊല്ലാൻ പോകുന്ന രംഗമുണ്ട്. ആ രംഗം വന്ന സമയത്ത് ഈശ്വരാമ കരഞ്ഞുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി വന്നു. കാരണം അത്രയും തന്മയത്വത്തോടു കൂടിയിട്ടുള്ള അഭിനയമായിരുന്നു. തൻ്റെ മകനെ ഇതാ കൊല്ലാൻ പോവാന്നുള്ള രീതിയിലാണ് അവർ കയറി വന്നത്. അപ്പോൾ അത്രയ്ക്കും നല്ല അഭിനയമായിരുന്നു ആ കാലത്തൊക്കെ സ്വാമിയുടെ ഉണ്ടായിരുന്നത്. അതിന് പിന്നെ പറയാനുള്ളത്, ആ കാലത്ത് നടന്ന ഒരു വലിയ വിസ്മയം എന്നുള്ളത്, അവിടെ ഒരു സായിപ്പ് ജീപ്പിൽ വന്നിട്ട് ആ പുട്ടപ്പരുത്തി അടുത്തുള്ള കാട്ടിൽ വെച്ചിട്ട് ഒരു പുലിയെ വെടിവെച്ച് കൊന്നു. ആ പുലിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ ഈ പുലി മരിച്ച ശേഷം അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. അവർക്കൊന്നും അറിയില്ല, ചെറിയ കുട്ടികളാണ്. ജീപ്പിൽ കയറാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജീപ്പ് സ്റ്റാർട്ടാവണില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ല, എന്ത് കാണിച്ചിട്ടും സ്റ്റാർട്ടാവണില്ല. അപ്പോൾ ഡ്രൈവർ ആൾക്കാരോടൊക്കെ ചോദിച്ചു. ആൾക്കാർ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, അവിടെ പുട്ടപ്പരുത്തിയിൽ അങ്ങനെ ഒരു സത്യൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ സത്യന് ഒരുപാട് സംഗതികളൊക്കെ ശരിയാക്കാൻ പറ്റും, ഈശ്വരീയമായിട്ടുള്ള കഴിവൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡ്രൈവർ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് സ്റ്റാർട്ടാവുന്നില്ല പറഞ്ഞപ്പോൾ ഭഗവാൻ, അതെങ്ങനെയാണ് സ്റ്റാർട്ടാവുക, ഞാൻ വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടേക്ക് വന്നു. എന്നിട്ട് സായിപ്പിനോട് ചോദിച്ചു, നിങ്ങൾ ചെയ്തത് ശരിയാണോ? ഇങ്ങനെയാണോ, ഈ ഷൂട്ടിംഗ് ആണോ വേണ്ടത്? ഈ ജന്തുക്കളെയൊക്കെ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യല്ലേ വേണ്ടത്? തോക്കുകൊണ്ടാണോ ഷൂട്ട് ചെയ്യുക? മോശമല്ലേ ചെയ്തത്? ഈ 2 കുട്ടികൾക്ക് നീ ആരാ ഉള്ളത്? നിങ്ങൾ അതൊന്നും ആലോചിച്ചില്ലല്ലോ. നിങ്ങളുടെയൊക്കെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? സായിപ്പ് ആകെ എല്ലാം ചെയ്യും. സായിപ്പ് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞ്, ഈ കുട്ടികളെ സൂവിൽ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കും, അവർ നോക്കട്ടെ എന്ന് പറഞ്ഞു. സായിപ്പിന് വലിയ പശ്ചാത്താപമായി. സായിപ്പ് പോയി കുട്ടികളെയൊക്കെ കൊടുത്ത് അപ്പോഴേക്ക് സ്റ്റാർട്ടാക്കാൻ പറഞ്ഞപ്പോൾ ജീപ്പ് സ്റ്റാർട്ടായി. ആ സായിപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ആ പുലിയെ അത് ഉണക്കി സ്റ്റഫ് ചെയ്ത ആ പുലിത്തോലും അതിൻ്റെ തലയുമാണ് നമ്മൾ പുട്ടപ്പരുത്തിയിലെ ഭജന ഹാളിൽ സ്വാമി ഇരുന്ന സമയത്ത് നിലത്ത് വിരിച്ചിട്ടുള്ള ആ പുലിത്തോലും അതിൻ്റെ തലയാണ്. അതിന് പരിഹാരമായിട്ട് പ്രായശ്ചിത്തമായിട്ട് ആ സായിപ്പ് കൊണ്ടുവന്നിട്ട് സ്വാമിയിൽ സമർപ്പിച്ചതാണ്. പിന്നെ പറയാനുള്ളത്, ജർമ്മൻ എംബസിയിൽ ആനി മേരി മർവാഹ എന്ന് പറഞ്ഞിട്ട് ഒരു വിദേശ യുവതി, ആ യുവതി സ്വാമിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവർക്ക് കുറച്ച് മിസ്റ്റിക്കൽ കൺസെപ്റ്റ്സ് ഒക്കെ ഉള്ള സ്ത്രീയാണ്. ആ സ്ത്രീ അത് കേട്ടിട്ട് ഭഗവാന്റെ അടുത്ത് വരുന്നുണ്ട്. വന്ന് കുറച്ച് ദിവസമൊക്കെ താമസിച്ച ശേഷം ഭഗവാനോട് ചോദിച്ചു, ഒരു അവതാരത്തിൻ്റെ ഏറ്റവും വലുതായിട്ടുള്ള പണി എന്താ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒരു അവതാരം തൻ്റെ ഭക്തന്മാരുടെ ദാസനാണ്. തൻ്റെ ഭക്തന്മാർക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ അവസരങ്ങളിൽ ആവശ്യം എന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുന്ന പണിയാണ് ഒരു അവതാരത്തിന് എന്ന് അവരോട് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഭഗവാന്റെ അവതാരത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. നമ്മളൊക്കെ എന്തൊക്കെ രീതിയിൽ മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടും മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ സമൂഹത്തിന് നിരക്കാത്ത കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തിയിട്ട് അതൊക്കെ പൊറുക്കണം ഭഗവാനെ, എന്നെ അങ്ങ് സ്വീകരിക്കണം ഭഗവാനെ എന്ന് നമ്മൾ നെഞ്ഞത്ത് കൈവച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ആ പഴയതൊക്കെ മറന്നിട്ട് അതിനെപ്പറ്റി ഒന്നും തന്നെ നോക്കാതെ സ്വാമി നമ്മളെ ആധ്യാത്മികമായിട്ട് പൊക്കുന്നതായിട്ടുള്ള എത്ര അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടായത്. ചിലപ്പോൾ അവിടേക്ക് കയറാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് മോശക്കാരായിട്ടുള്ള എത്ര പേരെയാണ് സ്വാമി മാറ്റിയെടുത്തത്. അപ്പോൾ അവതാരത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് താൻ എന്നെ ആധ്യാത്മികമായിട്ട് ഉയർത്തണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ ആളെ സ്വാമി ഒരിക്കലും വിടില്ല. അതേമാതിരി നമ്മളൊക്കെ തന്നെയും എവിടെയെങ്കിലും പോയി നിസ്സഹായമായൊരവസ്ഥയിൽ നീ ആരും എന്നെ സഹായിക്കാനില്ല, ഞാനിതാ ഇവിടെ കടന്ന് മരിക്കുക, അല്ലെങ്കിൽ ഞാൻ വലിയൊരു അപകടത്തിലായല്ലോ എന്ന രീതിയിൽ നമ്മൾ ഹൃദയം പെടഞ്ഞിട്ട് എൻ്റെ സ്വാമി എന്നൊരു വിളി വിളിച്ചാൽ
നമ്മളെയൊക്കെ അവിടേക്ക് എത്തി ഏതെങ്കിലും തരത്തിൽ എത്തിയിട്ട് നമ്മളെ സഹായിച്ചിട്ടില്ലേ ഈ സ്വാമി? എത്ര ഭക്തന്മാരെങ്ങനെ സഹായിച്ചു? അന്ന് ഈ മദാമയ്ക്ക് കൊടുത്തിട്ടുള്ള ആ വാക്ക് എത്ര ശരിയായിട്ടാണ് തൻ്റെ അവതാര സമയത്ത് അവസാനം വരെയും സ്വാമി കാണിച്ചത്. എല്ലാം ഈ കുട്ടിക്കാലത്ത് സ്വാമിയുടെ ഈ ബാല്യം എന്ന് പറയുന്നത് വളരെ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു ബാല്യ. ഭഗവാൻ കൃഷ്ണന്റെ ബാല്യം എന്ന് പറഞ്ഞാൽ അഷ്ടൈശ്വര്യങ്ങളായിട്ടുള്ള മഹിമ, അണിമ, ലഹിമ, ഗരിമ, പ്രാകാശം, വശ്യത്വം, ഈശിത്വം, ഈ കാര്യങ്ങളെ ചതുർവ്യൂഹങ്ങളായിട്ടുള്ള വാസുദേവത്വം, സംഘർഷണത്വം, അനിരുദ്ധത്വം, പ്രത്യുമ്നത്വം എന്ന ആ സിദ്ധികളെ അതൊക്കെ ആ അവതാരത്തിൽ പരിപൂർണമായിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സ്വാമി പറഞ്ഞ മാതിരി തന്നെ വിസിറ്റിംഗ് കാർഡ്സ് ആയിരുന്നു ഭഗവാൻ കൃഷ്ണന്റെ ബാലലീലകളൊക്കെ. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഗതികളൊക്കെ തന്നെയും നമ്മൾ ഓരോരുത്തരെയും ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ്. നമ്മുടെയൊക്കെ ചീത്തമായ സംഗതികളെ മാറ്റിയിട്ട് നമ്മളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ പ്രാപഞ്ചികതയോടുള്ള താല്പര്യങ്ങളെ, പ്രാപഞ്ചികവുമായിട്ട് ഒട്ടി നിൽക്കുന്ന നമ്മുടെ മനസ്സിനെ ആധ്യാത്മികമായൊരു തലത്തിലേക്ക് മാറ്റിമറിക്കുന്ന മഹാ അത്ഭുതമാണ് സ്വാമി കാണിച്ചിട്ടുള്ളത്. അതൊക്കെ തന്നെയും തൻ്റെ ബാല്യകാലത്തിലുള്ള തൻ്റെ ചെയ്തികളിൽ കൂടെ, തൻ്റെ വാക്കുകളിൽ കൂടെ ആ കാര്യങ്ങൾ തന്നെയാണ് അവതാരം മുഴുവനും സ്വാമി പ്രതിഫലിപ്പിച്ചത് എന്ന് ഈ ബാല്യകാല സംഭവങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.